ഇനി കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു വണ്ടിക്ക് എന്തൊക്കെ വേണം എന്നുള്ള ഒറ്റ നോട്ടത്തിൽ എന്തോ വണ്ടിയുടെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണേ പറയാം. ശരിക്കും പറഞ്ഞാൽ സിറോസിന്റെ വെളിയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അകത്തോട് കയറി കഴിഞ്ഞാൽ അതെ അതെ. റോഡിൽ ഇറങ്ങിയിട്ടില്ലാത്തൊരു മോഡൽ ആയതുകൊണ്ട് എല്ലാവരും ഒക്കെ നോക്കുന്നു. അപ്പോൾ ഒരു വലിയ ഒരു അഭിമാനം പോലെ നമ്മളുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. കല്യാണം കഴിച്ചാലും അത് അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത്. എൻ്റെ ഹസ്ബൻഡ് ഇപ്പം മരിച്ചു പോയിട്ട് 10 വർഷമായി. കിയ എപ്പോഴും നമ്മളെ ഫീച്ചേഴ്സ് കൊണ്ട് അതിശയിപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ ഫീച്ചേഴ്സ് കൊണ്ട് അതിശയിപ്പിച്ചൊരു വണ്ടിയാണ് കിയ സിറോസ്. ആദ്യം ആൾക്കാർക്ക് ഇവൻ്റെ ലുക്ക് കണ്ടപ്പോൾ ഒരു സംശയം തോന്നിയെങ്കിലും ഒരു ബോക്സി ഡിസൈൻ നമ്മുടെ വാഗണാറുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ഡിസൈനൊക്കെ ആണെങ്കിൽ പോലും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേനാണ് ആൾക്കാർക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒട്ടും ഒഴിച്ചുകൂടാനാത്തതാണ്. ഈ സെഗ്മെൻറ്റിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇത്രയും ഫീച്ചേഴ്സ് നൽകുന്ന ഒരു സബ് കോമ്പാക്ട് SUV ഇല്ല എന്ന് തന്നെ വേണം പറയാം. ഇപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിയ സിറോസിൻ്റെ 7 സ്പീഡ് DCT HDS പ്ലസ് 1 ലിറ്റർ ടർബോ എഞ്ചിനാണ്. 7 സ്പീഡ് DCT എഞ്ചിനാണ്. അപ്പോൾ ഓൾമോസ്റ്റ് അറിയാം 118 bhp 172 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ടർബോ എഞ്ചിനാണ് ഇതിനകത്തുള്ളത്. എസ്പെഷ്യലി ഇതിൻ്റെ ഏറ്റവും വലിയ ഫാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് തന്നെയാണ്. ബാക്ക് സീറ്റിൽ വരെ വെന്റിലേഷൻ കൊണ്ടുവന്ന വേരിയൻ്റാണ് ശരിക്കും കിയ സിറോസ്. ഇത് നമ്മുടെ വന്നേക്കുന്നത് HTX പ്ലസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പായിട്ട് HTX പ്ലസ് ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു ചെറിയ വിശേഷമാണ്. നമുക്ക് വന്നേക്കുന്ന ഒരു ലേഡി യൂസറാണ്. ഒരു ലേഡി യൂസർക്ക് ഓട്ടോമാറ്റിക് വണ്ടി യൂസ് ചെയ്യുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അധികം പറഞ്ഞ് വെറുപ്പിക്കാതെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് കിയ സിറോസിൻ്റെ ഓട്ടോമാറ്റിക് 7 സ്പീഡ് DCT വണ്ടിയാണ്. ഇത് HTX പ്ലസ് അല്ലേ മാം? ഏറ്റവും ടോപ്പ് വേരിയൻ്റ് വണ്ടിയാണ്. അതിൻ്റെ വിശേഷങ്ങൾ പറയാൻ വന്നേക്കുന്നത് നമ്മുടെ നിസി മാമാണ്. നിസി നാരായണൻ എന്നാണ് പേര്. മാമിനെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. മാം, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം മാം വർക്ക് ചെയ്യാണോ? അതെ. എവിടെ വർക്ക് ചെയ്യണേ? ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ്. എന്തായിട്ടാണ്? ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട്. ഇൻസ്പെക്ടറായിട്ടാണ്. ചെറിയ ആളൊന്നുമല്ല കേട്ടോ. സാധാരണ ഒരു ഗവൺമെന്റ് എംപ്ലോയി. എങ്ങനെയുണ്ട് ഡ്യൂട്ടിയും ജീവിതമൊക്കെ? സുഖം, കുഴപ്പമില്ല, നല്ലതായിട്ട് പോകുന്നല്ലേ. അപ്പം നമ്മുടെ കിയ സിറോസ് എടുത്തിട്ട് എത്ര ദിവസമായി വേണ്ടി? ഇപ്പം 2 മാസമായിട്ടുണ്ട്. 2 മാസമായിട്ടുണ്ടല്ലേ. കിലോമീറ്റർ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞോ? ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഓൾമോസ്റ്റ് കിലോമീറ്റർ എത്രയായിരുന്നു നോക്കിയായിരുന്നു? 2000 സംതിങ്. ഓ, അത്യാവശ്യം നന്നായിട്ട് ഓടുന്നുണ്ടല്ലേ. ഒരു മന്ത്ലി ഒരു 1000 കിലോമീറ്റർ അടുത്ത് ഓടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ. ആദ്യമായിട്ട് ഓട്ടോമാറ്റിക് വണ്ടിയിലോട്ട് വന്നതാണോ അതോ? അതെ. ഇതിനു മുമ്പ് ഏതാ വണ്ടി യൂസ് ചെയ്തിരുന്നത്? നേരത്തെ ക്വിഡിന്റെ മാനുവൽ ആയിരുന്നു അല്ലേ? അത് എത്ര നാൾ യൂസ് ചെയ്തപ്പോൾ? ഏകദേശം 7 വർഷമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ സംസാരിച്ചേ, ഇപ്പം മുന്നിൽ ഓടിച്ചോണ്ട് പോകുമ്പോൾ മാം നേരത്തെ വണ്ടി ഓടിക്കുന്ന ആളാണ്. നമുക്ക് കാണുമ്പോൾ പറയാം. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, നോക്കി സ്റ്റഡി ഓടിക്കുന്ന ഇത് കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു നേരത്തെ മാനുവൽ ഓടിക്കുമ്പോൾ കൂടെയുള്ള അമല് പറഞ്ഞു നേരത്തെ മാനുവൽ ഓടിക്കുന്ന ആളായിരിക്കും, നന്നായിട്ട് ഓടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലേ? 10 വർഷമായിട്ട് ഉപയോഗിക്കുന്നത് വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം കിയ സിറോസ്, അതായത് ഈ സെഗ്മെന്റിൽ ഇപ്പം നമുക്ക് ഓൺ റോഡ് എത്ര രൂപയായി? 17,70,000 ആയി. ഓട്ടോമാറ്റിക് 1 ലിറ്റർ ടർബോ എഞ്ചിൻ അല്ലേ? അതെ. ഓക്കെ. വേറെ ഈ സെഗ്മെന്റിൽ വേറെ വണ്ടികൾ നോക്കിയായിരുന്നോ? കുറച്ച് നോക്കിയായിരുന്നു. ഓട്ടോമാറ്റിക് ആക്കണം എന്നൊരു ചിന്ത വന്നപ്പം മാനുവലിൽ നിന്ന് മാറി ഓട്ടോമാറ്റിക് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ. പക്ഷേ പെട്ടെന്ന് എടുക്കണം എന്നൊന്നും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഈ സ്കോഡ കൈലാക്ക് വന്നപ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ കണ്ടപ്പോൾ അങ്ങനെ നോക്കാമെന്ന് ഓർത്തു. അങ്ങനെയാണ് ഓട്ടോമാറ്റിക് നോക്കി വന്നപ്പോൾ കൈലാക്ക് ഇറങ്ങിയില്ല. ആ സമയത്താണ് പിന്നെ നോക്കാം എന്നൊക്കെ വിചാരിച്ച് പോയത്. കൈലാക്കിൻ്റെ പ്രൈസും ഒക്കെ കണ്ടപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നിയിട്ടാണ് വണ്ടി ഇപ്പം നോക്കാമെന്നുള്ള ഒരു ചിന്ത വന്നത്. അങ്ങനെ പുതിയ വണ്ടിയാണല്ലോ എന്നൊക്കെ ഓർത്ത് അവിടെ പോയായിരുന്നു. ഷോറൂമിലൊക്കെ പോയി വണ്ടിയൊക്കെ നോക്കിയപ്പം വണ്ടി ഇറങ്ങിയില്ല. ജസ്റ്റ് എല്ലാം എന്താ പറയുക പറഞ്ഞു തന്നു. അതുപോലെ യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കി അങ്ങനെ വന്നിട്ട് അത് നോക്കാം എന്ന്. അതിന്റെ ആ ഗ്രില്ലും ഫ്രണ്ട് വ്യൂ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ നോക്കിയിട്ട് പിന്നെ അപ്പൊ വണ്ടി എടുക്കാന്നുള്ള ഒരു ഇത് വന്നപ്പോൾ
കുറച്ച് വണ്ടികളെല്ലാം നോക്കി. ഒന്ന് മഹീന്ദ്ര 3X അങ്ങനെ SUV ഒരു ആഗ്രഹം, അങ്ങനെ നോക്കി. പിന്നെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു വണ്ടിക്ക് എന്തൊക്കെ വേണം എന്നുള്ള. അത് വേറൊന്നും ഇല്ല, ഒത്തിരി ഒന്നും ഇല്ല. ഈ റിയർ വ്യൂ മിററിൽ ലൈറ്റ് വേണം, അങ്ങനെയൊക്കെയുള്ള ചെറിയ. പിന്നെ ഇച്ചിരി ടയർ ഇച്ചിരി കൂടെ ഒരു വലുപ്പം ഉണ്ടെങ്കിൽ കൊള്ളാം, അങ്ങനെ ഒക്കെ. ബൈക്ക് വൈപ്പർ, അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് പ്രീമിയം ഫീച്ചേഴ്സ് അതെ അതെ വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി നോക്കി. പിന്നെ മഹീന്ദ്ര നോക്കി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തിട്ട് പറഞ്ഞു മൈലേജിന് ഇച്ചിരി കുറവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മൈലേജ് 3XOയ്ക്ക്. പിന്നെ കിയ സോണറ്റിലോട്ടാണ് വന്നത്. പിന്നെ ഈ ഫീച്ചേഴ്സും പ്രൈസും എല്ലാം കൂടെ ഒക്കെ നോക്കുമ്പോൾ എന്തോ കിയയുടെ സോണറ്റില് അങ്ങ് വീണു. അപ്പൊ അങ്ങനെ സോണറ്റ് ബുക്ക് ചെയ്തു, പക്ഷേ ബ്ലാക്ക്. അപ്പൊ ബ്ലാക്ക് കളർ വേണമെന്ന് മോൾക്ക് ഭയങ്കര. ഞാനത് ചോദിക്കാൻ പറ്റും. സാധാരണ ആസ് എ ലേഡി പെർസ്പെക്റ്റീവില് ഒന്നെങ്കിൽ വൈറ്റ് ആയിരിക്കും, ഇനി മാക്സിമം റെഡ് അല്ലേ? റെഡ് ആയിരുന്നു, ഞാനും കിഡ് റെഡ് ആയിരുന്നു. അപ്പൊ അതൊന്ന് മാറ്റിയും പിടിക്കാം എന്നൊക്കെ ഓർത്തു ബ്ലാക്കിലോട്ട് വന്നു. അപ്പൊ കിയ സോണറ്റിന്റെ ബ്ലാക്ക് അന്നേരം അവൈലബിൾ അല്ല. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു, കുറച്ച് വെയിറ്റ് ചെയ്തു. അപ്പൊ ഈ മോള് പഠിക്കുന്നത് ചെന്നൈയിലാണ്. അപ്പൊ അവക്ക് കുറച്ച് അവധി കിട്ടിയപ്പം അതിനിടയ്ക്ക് സീറോസ് നമ്മൾ കാണുന്നുണ്ട്, പുതിയ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കി, എല്ലാം കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഒറ്റ നോട്ടത്തിൽ എന്തോ വണ്ടിയുടെ ലുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണേൽ പറയാം. അതുകൊണ്ട് പിന്നെ അതിലോട്ട് ഒത്തിരി നോക്കിയില്ല. പിന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ അവള് വന്നപ്പം നമുക്കൊന്ന് ഷോറൂമിൽ പോയി നോക്കാം. അപ്പോൾ ഈ സിറിലായിരുന്നു, നമുക്ക് കോട്ടയത്ത് ഇഞ്ചിയോൺ കിയ എന്നാണ് നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചത്. സിറിലിനെ വിളിക്കുന്നുണ്ട്, ഇപ്പോൾ ബ്ലാക്ക് വരുന്നില്ല, എന്താ പറയുന്നത് ഡാർക്ക് ബ്ലൂ ഉണ്ട്, അത് നോക്കുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മോള് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ സിറോസ് കാണാൻ പറ്റുമോ, വന്നാൽ ഷോറൂമിൽ വന്നാൽ കാണാമോ എന്ന് ചോദിച്ചപ്പോൾ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് പോയത്. അതെ അതെ. ആദ്യം വണ്ടിയുടെ യൂട്യൂബ് ഒന്നും കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് അല്ല, അകം എല്ലാം ഓക്കെയാണ്, പക്ഷെ ആ ലുക്ക് എനിക്ക് ഈ ഗ്രില്ലൊക്കെ ഒന്ന് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പിന്നെ എൻ്റെ അച്ഛനെയും കൂട്ടിയാണ് പോയത്. അപ്പം ഞങ്ങൾ 3 പേരൂടെ പോയി. അവിടെ ചെന്നിട്ട് ഈ വണ്ടി കണ്ടു. അപ്പം നമ്മുടെ ടോപ്പ് എൻഡാണ് കണ്ടത്. ലൈറ്റ് ഒരു ബ്ലൂ ഒരു കളറുണ്ടല്ലോ, അപ്പോൾ അതും കളറും പിന്നെ വണ്ടിയും എല്ലാം ഇവർ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അത് മതി, വേണ്ട, ഇത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ബ്ലാക്ക് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ ആണ്. അതെ, ശരിക്കും പറഞ്ഞാൽ 2 ദിവസം കൂടെ ഇവർക്ക് അവധിയുള്ളൂ. അതിനോടിടയ്ക്ക് അവർ ശരിക്കും ഞങ്ങൾക്ക് വേണ്ടി ഇച്ചിരി പ്രയാസപ്പെട്ടാണ് വണ്ടി റെഡിയാക്കി തന്നത്. അതെ അതെ, നല്ല സപ്പോർട്ടായിരുന്നു. ബ്ലാക്ക് വേണമെന്നുള്ള തന്നെ മൈൻഡ് സെറ്റ് ആയിരുന്നു. അതെ, ബ്ലാക്ക് മതി. അപ്പൊ മറ്റേ ടോപ്പ് എൻഡിന് മാത്രമേ ആ ബ്ലൂ ഒരു കളർ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ഓട്ടോമാറ്റിക് ആയിരുന്നു, അതിന്റെ ബേസ് മോഡൽ എന്നുള്ള രീതിയിലാണ് നോക്കിയത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം നോക്കിയപ്പോൾ ഇത് തന്നെ. ശരിക്കും പറഞ്ഞാൽ സിറോസിന്റെ വെളിയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അകത്തോട് കയറി കഴിഞ്ഞാൽ അതെ അതെ ഫീച്ചേഴ്സ് വൈസ് ഭയങ്കര അല്ലേ, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ സിറോസിൽ വീണല്ലേ? അതെ അതെ. നമുക്ക് എത്ര നാളെടുത്ത് ബുക്ക് ചെയ്ത് വണ്ടി കിട്ടാനായിട്ട്? അധികം താമസിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, ആ 2-3 ദിവസം കൊണ്ട് സോണറ്റ് മാറ്റി സീറോസ് ആക്കി പെട്ടെന്ന് തന്നെ തന്നു. കാരണം മോൾക്ക് ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് എനിക്ക് തരണേന്ന് പറഞ്ഞു. റെഡിയാക്കി എല്ലാം പെട്ടെന്ന് തന്നു, ഫാസ്റ്റാക്കി. ശരിക്കും അവരോട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം ആദ്യമായിട്ട് പിന്നെ നമ്മൾ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇവിടുന്ന് നിങ്ങളാണ് ആദ്യം ഈ സീറോസ് എടുക്കുന്നത് എന്നൊക്കെ അറിഞ്ഞത്. അപ്പൊ അതും ഒരു സന്തോഷമായി. പിന്നെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു അവിടെ ഒരു സെറിമണി ആയിട്ട് അവര് വണ്ടി എല്ലാവർക്കും കൊടുത്തത്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് വണ്ടി കിട്ടി. ഓൾമോസ്റ്റ് കോട്ടയം ജില്ലയിലെ ഫസ്റ്റ് സിറോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഓൾമോസ്റ്റ് എല്ലാ കോട്ടയം ജില്ലയിലെ ഫസ്റ്റ് സിറോസ് തന്നെയാണല്ലേ? അപ്പം സിറോസ് ഇപ്പോൾ ഓൾമോസ്റ്റ് 2000 കിലോമീറ്ററോളം ഓടി നിൽക്കുന്നു. ഒരു ആദ്യത്തെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുവാണെങ്കിൽ എങ്ങനെയുണ്ട് ഒരു പൊതുവെ
എനിക്ക് ശരിക്കും മാനുവൽ ഓടിച്ചിട്ട് ഞാൻ ഓട്ടോമാറ്റിക്കിലോട്ട് വന്നു. ചെറിയൊരു വണ്ടിയായിരുന്നല്ലോ കിഡ്. അപ്പോൾ അതിൽ നിന്ന് ഈ വണ്ടിയിലേക്ക് വന്നപ്പം നല്ല സന്തോഷമായിരുന്നു. വണ്ടി ഓടിച്ചപ്പോഴും എല്ലാം നല്ല ഹാപ്പിയായി. ഇപ്പോഴും അതെ, കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ഇതുവരെ റോഡിൽ ഇറങ്ങിയിട്ടില്ലാത്തൊരു മോഡൽ ആയതുകൊണ്ട് എല്ലാവരും ഒക്കെ നോക്കുന്നു. അപ്പോൾ ഒരു വലിയ ഒരു അഭിമാനം പോലെ വണ്ടി എവിടെ പാർക്ക് ചെയ്താലും ചിലപ്പോൾ 1-2 പേര് വന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് കിട്ടുമ്പോൾ നമ്മളെടുത്ത ചോയ്സ് റൈറ്റ് ആണെന്നുള്ള ശരിക്കും ആദ്യം നമ്മുടെ മൈൻഡിൽ സിറോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. കാര്യം മാം പറഞ്ഞു എനിക്ക് ഇതിന്റെ ലുക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ആയിട്ടും നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് വരാണ്ട് കുറച്ച് സമയം എടുക്കും. ഇത് ഓക്കെയാണ് അത് ആ സ്റ്റേജിലോട്ട് ഇപ്പൊ എത്തിയോ? എത്തി ഹാപ്പിയാണ്, കുഴപ്പമില്ല വണ്ടി ഓടിക്കാൻ. അതെ. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് സോണറ്റ് കാണുമ്പോൾ അതിലോട്ടൊരു നോട്ടം പോകും. സ്വാഭാവികമായിട്ട് അതെ എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും ചോദിക്കും സോണറ്റ് ആണോ സിറോസ് ആണോ ഇപ്പൊ മൈൻഡിൽ സിറോസ് തന്നെ അതിലൂടെ സെറ്റായി അല്ലേ? ഇതെടുത്തിട്ട് യാത്ര ലോങ് എവിടെയെങ്കിലും പോയായിരുന്നു വണ്ടി? ട്രിവാൻഡ്രം വരെ പോയി. ട്രിവാൻഡ്രം വരെ ഓൾമോസ്റ്റ് നല്ല ദൂരം ഉണ്ടല്ലോ. 150 എബോ അല്ലേ? 130-150 അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? സുഖം? യാത്ര നല്ലതായിരുന്നു, നല്ല ഫീലാ. കാരണം ഒന്നും അങ്ങോട്ട് പോകുന്നത് എപ്പോഴും ഞാൻ ഈ ദൂരയാത്രയ്ക്ക് രാവിലത്തെ ടൈമേ എടുക്കാറുള്ളൂ. അപ്പൊ അത് അങ്ങോട്ട് അറിഞ്ഞതേ ഇല്ല. ട്രിവാൻഡ്രത്ത് ചെന്നത് നമ്മൾ അറിഞ്ഞതേ ഇല്ല. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്കാണേ പോയത്. ഇങ്ങോട്ട് തിരക്കായിരുന്നു. അപ്പോഴും ഈ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ യാത്ര നല്ല സുഖമായിരുന്നു. ശരിക്കും ഇങ്ങോട്ട് ബ്ലോക്കിലൊക്കെ ആയിട്ട് ഒത്തിരി സമയം എടുത്തു ഇങ്ങനെ വരാൻ. അത് എന്നിട്ടും എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുപോലെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഇച്ചിരി പ്രായമുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് പുറകിലിരിക്കുമ്പം നല്ലൊരു ഫീലാണ്. നേരത്തേക്കാട്ടിലും നല്ലൊരു സുഖമാണ്. മറ്റേ ഒരു കുഴിയിലിരിക്കുന്ന ഒരു ഫീലാണ് അല്ലേ? പിന്നെ സ്വാഭാവികമായിട്ടും പുറകെ ഇരിക്കുന്നവർക്ക് യാത്ര സുഖം. ഞാൻ ചോദിക്കുന്നതാണ്, ഒന്ന് സസ്പെൻഷൻ വൈസ്, 2 സാധാരണ ബോഡി റോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വണ്ടികളാണല്ലോ SUV പ്ലാറ്റ്ഫോമിലോട്ട് വരുമ്പോൾ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി, യാത്രാ ബുദ്ധി, അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നു? ഒരു പ്രശ്നവുമില്ല. എൻ്റെ കൂടെ ഒരാൾ യാത്ര ചെയ്തവർ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അതുകൊണ്ട് അങ്ങോട്ട് ശരിക്കും അവരവിടെ തന്നെ നിൽക്കുമായിരുന്നു. തിരിച്ച് ഇങ്ങോട്ട് അവരും കൂടാണ് വണ്ടിയിലുണ്ടായിരുന്നത്. പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ആർക്കും യാത്ര ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല എന്നുള്ളതാണ്. ബാക്ക് സീറ്റ് കംഫർട്ട് നല്ലതാണ്. അതെ അതെ. മൈലേജ് എന്ന് പറഞ്ഞൊരു കൺസേൺ, കാര്യം വെച്ചാൽ 7 സ്പീഡ് DCT ആണ്, ഓട്ടോമാറ്റിക് ആണ്, ടർബോ വണ്ടിയാണ്. അതെ, മൈലേജ് 18 വരെയാണ് പറഞ്ഞത്. പക്ഷെ അതിന്റെ ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും ഒരു 13 ഒക്കെ കിട്ടുന്നു. ചില സമയത്ത് ആ ലോങ് ട്രിപ്പ് പോയെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 16 വരെ കാണിക്കുന്നുണ്ടായിരുന്നു സ്ക്രീനിൽ. ആവറേജ് 13 പറയാം. നമ്മുടെ ഏറ്റവും കൂടുതൽ ഓടുന്ന ലോക്കൽ ആയിരിക്കുമല്ലോ, ലോങ് പോകുന്നത്. ഇപ്പൊ എന്റെ വണ്ടിക്കാണല്ലോ ലോങ് പോവാണെങ്കിൽ നല്ല മൈലേജ് ഉണ്ട്, ഇല്ലെങ്കിൽ ആവറേജ് 15-18 ആ ഒരു റേഞ്ച് ഡീസൽ വണ്ടിയാ. എന്നിട്ട് അപ്പൊ ഇത് പിന്നെ പെട്രോൾ DCT ആണ്. അപ്പൊ അതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? പവർ കുഴപ്പമില്ല, നല്ലതായി. എനിക്ക് അത്രയ്ക്കൊന്നും പറയാനില്ല. അല്ല, ഞാൻ കമ്പയർ ചെയ്യുന്നു. ഇപ്പൊ മാം ഉപയോഗിച്ചോണ്ടിരുന്ന റെനോട്ടിന്റെ ക്വിഡാണ്, അതിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പോൾ നല്ല പെർഫോമൻസ്. അധികം പിന്നെ ഒത്തിരി കാലോട് സ്പീഡിൽ ഓടിക്കാറുണ്ടോ? അതിന് പവർ കുറവാണ് ശരിക്കും പറഞ്ഞ ക്വിഡിന്. മാനുവൽ ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒക്കെ എടുത്ത് AC ഓൺ ആക്കിക്കൊണ്ട് നമുക്ക് വണ്ടി എടുക്കാനൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതിപ്പോ നമ്മൾ AC ഓഫ് ആക്കേണ്ട ആവശ്യമേ ഇല്ല, എവിടെ വേണേലും പോവാം. അതായത് ഇവിടെ എടുത്ത് പറയുകയാണെങ്കിൽ, അതായത് സാധാരണ ഈ ലേഡീസിന്റെ സെഗ്മെന്റിലോട്ട് വരുമ്പോൾ വണ്ടിയെ കുറിച്ച് സാധാരണ ഒരു ഐഡിയ കാണാറില്ല. ഞാൻ കുറച്ച് പറയുന്നതല്ല കേട്ടോ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അവരതിനെക്കുറിച്ച് ഫോക്കസ്ഡ് അല്ല എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. പക്ഷേ ഇവിടെ മാം എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് വേണമെന്നുള്ള ഒരു ഐഡിയ വരെ വണ്ടിയെക്കുറിച്ച് ഉണ്ട് ഓൾമോസ്റ്റ്. ബേസിക്കലി അത് റിയലി ഹാറ്റ്സ് ഓഫ് ആണ് കേട്ടോ വണ്ടിയെക്കുറിച്ച്. എൻ്റെ ഹസ്ബൻഡ് ഇപ്പം മരിച്ചു പോയിട്ട് 10 വർഷമായി. 10 വർഷം കഴിഞ്ഞു, 11 വർഷമാകുന്നു. 11 ജൂലൈ 2025 ആകുമ്പോൾ 12 വർഷവും. മോക്കന്ന് 8 വയസ്സ് ഉള്ളപ്പോഴായിരുന്നു. അതെ. അപ്പോൾ അദ്ദേഹത്തിന് വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ശരിക്കും സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും വണ്ടി പിന്നെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല. സ്കൂട്ടർ എനിക്കിപ്പോഴും അറിയത്തില്ല. സ്കൂട്ടർ നേരത്തെ തന്നെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് അതിനോട് താല്പര്യമില്ലായിരുന്നു, സ്കൂട്ടർ പേടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാരും ഞാനിവിടെ ഒരുമിച്ച് പോവുകയാണ്
വണ്ടി പഠിച്ചത്. അതൊരു ചലഞ്ചിങ് സിറ്റുവേഷൻ അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ കുറച്ച് അതിൽ നിന്ന് നമ്മൾ ഇന്ന് എന്താ പറയുക, കുറച്ച് ടൈം എടുത്തു. കാര്യങ്ങൾ നമ്മളൊന്ന് നോർമൽ ലൈഫിലോട്ട് വരാൻ നമുക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. പിന്നെ എൻ്റെ ജോലി എനിക്ക് ഒരുപാട് സഹായകമായിരുന്നു അതിന്. കാരണം ഒരു പബ്ലിക്കുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നൊരു ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്നെ പോലെ ഒരുപാട് സ്ത്രീകൾ ഉണ്ട്. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് നല്ലതായിട്ട് വരണം, ജീവിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്ത വന്നു. അപ്പോൾ മോൾ ഉണ്ട്, അവൾക്ക് പലപ്പോഴും നമ്മൾ ഫാമിലിയിൽ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ളത് അവൾക്ക് അച്ഛനില്ലാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരരുത്. അപ്പോൾ എന്തെങ്കിലും ഒരു കുറവുകൾ വരാതെ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ കൂട്ടുകാരൊത്തിരി ഹെൽപ്പ് ചെയ്തു, നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കാനും. എൻ്റെ ഇതേ അനുഭവങ്ങളുള്ള കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ കുറച്ച് സംസാരിച്ചൊക്കെയാണ് ലൈഫിലോട്ട് വന്നത്. പിന്നെ അച്ഛനും അമ്മയും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എല്ലാവരും സപ്പോർട്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പിന്നെ സ്വന്തമായിട്ട് എല്ലാത്തിനും ഇപ്പം വണ്ടി വേണം എന്നുള്ളതായി. അങ്ങോട്ട് അച്ഛൻ്റെ അടുത്ത് പോകണമെങ്കിലും എല്ലാ കാര്യത്തിനും നമുക്ക് ഒരു വണ്ടി എന്ന് പറഞ്ഞൊരു അത്യാവശ്യ ഘടകം. അങ്ങനെ വന്നു. അതെ അതെ അതെ. ഇല്ല, ശരിക്കും എൻ്റെ കൂടെ പഠിച്ച 2 പേര്, ഞങ്ങൾ 3 പേര് ഒരുമിച്ചാണ് ഓഫീസിൽ നിന്ന് പോയിട്ട് ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഡ്രൈവിംഗ് സ്കൂളുണ്ട്, അവിടെ പോയാൽ പഠിച്ചത്. അവർ 2 പേരും ഇപ്പോഴും വണ്ടി എടുക്കുന്നില്ല, അവർക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എനിക്ക് എടുത്തേ പറ്റൂ. അതെ അതെ. അതുകൊണ്ട് നമ്മളത് അത് കഴിഞ്ഞിട്ടാണ് വണ്ടി എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടല്ല, വണ്ടി അന്ന് ഉണ്ടായിരുന്നു, സ്പാർക്ക്. ഷെവർലെ സ്പാർക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്വിഡ് മാറ്റി. അതെ അതെ. അന്നേരം നമ്മളൊന്നും നോക്കുന്നില്ലായിരുന്നു, പ്രൈസ് മാത്രം. പ്രൈസും ഡെയിലി യൂസിനാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് അന്ന് വണ്ടി എടുത്തത്. പിന്നെ ഇപ്പോഴാണ് ഓട്ടോമാറ്റിക് വേണം, വണ്ടിക്ക് എന്തൊക്കെ വേണം, അങ്ങനൊരു ചിന്തയൊക്കെ വന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു മെയിൻ ഘട്ടത്തിൽ അല്ലേ ഡ്രൈവിംഗ് ഒരു എമർജൻസി ആയി. ശരിക്കും ഞാൻ കാര്യം പറയട്ടെ, കാര്യം സാധാരണ എല്ലാവരും ഒരു വീണു പോകുന്ന സാഹചര്യമാണ്, ശരിക്കും മെന്റലി ഡൗൺ ആകുന്ന സാഹചര്യമാണ്. അവിടുന്ന് ശരിക്കും അതുപോലെ വിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഉയർത്തെണീക്കാൻ അല്ലേ? തീർച്ചയായിട്ടും. ഒരു പേരന്റിംഗ് എന്ന് പറയുമ്പോഴത്തേനാണെങ്കിൽ സിംഗിൾ പേരന്റിംഗ് ഭയങ്കര പാടാണ്. ആസ് എ ഫാദർ എനിക്കത് മനസ്സിലാകുന്ന ഫീലിംഗ്സ് എന്നാണ്. അതിൽ റിയലി ഹാറ്റ്സ് ഓഫ്, ഗ്രേറ്റ്ഫുൾ ടു. താങ്ക് യു. സ്ത്രീകൾ അങ്ങനൊരു വേണം എന്നാണ് എനിക്ക് ഒരഭിപ്രായം. ജീവിക്കണം, ജീവിച്ചല്ലേ പറ്റൂ. അപ്പോൾ അത് സ്വന്തമായിട്ട് നമ്മൾ മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിക്കാൻ പോകാതെ സ്വന്തമായിട്ട് എന്തായാലും എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടാതിരിക്കത്തില്ല ശ്രമിച്ചാൽ. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഇച്ചിരൂടെ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുരുഷന്മാരെക്കാട്ടിലും ജോലിക്ക് കിട്ടാൻ എളുപ്പമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു മാർഗം നോക്കുക, സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ഒരു ഉണ്ടാകുക. വേറെ കല്യാണം കഴിക്കരുതെന്നല്ല, എന്നാലും നമ്മളുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. കല്യാണം കഴിച്ചാലും അത് അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത്. അങ്ങനെ വേണം. അതാ ഇപ്പോഴത്തെ ഒരു തലമുറ അങ്ങനെയാണെന്ന് തോന്നുന്നു. കുറെയൊക്കെ എല്ലാവരും അപ്ഡേറ്റ് ആവുന്നുണ്ട്. പക്ഷേ എന്നാൽ സ്ത്രീകൾ കുറച്ചുകൂടെ അപ്ഡേറ്റ് ആവാനുണ്ടെന്ന്. അതെ അതെ. അവര് നമ്മളെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഹസ്ബൻഡിനാണ്, അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉണ്ട് കുറച്ചു പേർക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു തിരിച്ചും വേണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അവര് സ്വന്തമായിട്ട് ജീവിക്കേണ്ട ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണെന്നുള്ള ഒരു ചിന്തയാണ്. ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേനും ആ ആളില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. നമ്മുടെ വളർച്ച, നമ്മുടെ നേട്ടങ്ങള്, നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ പാഷൻ, ശരിക്കും അതിന് ഹസ്ബൻഡ് തന്നെ എനിക്ക് ഉള്ളപ്പം തന്ന ഒരു സപ്പോർട്ട് ഇപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള ഒരു ഫീലുണ്ട്. അതൊക്കെയാണ് നമുക്ക് ജീവിക്കാനുള്ള ഒരു ധൈര്യവും എല്ലാം. അതെ. ശരിക്കും മാഡത്തിന് ഇപ്പോൾ ഈ വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഒത്തിരി ഫീച്ചേഴ്സ് ആയിട്ടാണ് വന്നേക്കുന്ന വണ്ടി. സാധാരണ ഇപ്പോൾ സോണറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണ്, അതിനേക്കാളും കുറേ ഫീച്ചേഴ്സാണ്. അപ്പം എല്ലാ ഫീച്ചേഴ്സൊക്കെ പഠിച്ചോ? അതിനെക്കുറിച്ച് എല്ലാം എനിക്ക് അങ്ങനെ അറിയത്തില്ല, ടെക്നിക്കലായിട്ട് ഉള്ള കാര്യങ്ങൾ അറിയത്തില്ല, അല്ലാതെ അറിയത്തുള്ളൂ. അത് ഇഷ്ടപ്പെട്ട നമ്മുടെ യൂസറിന്, അതായത് ഒരു പിഡിന്ന് നമ്മൾ അപ്ഡേഷൻ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പം ഈസി ആയിട്ട് തോന്നിയ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഒരു മാമിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ആസ് എ ലേഡി യൂസർ? ആദ്യത്തെ തന്നെ ഓട്ടോമാറ്റിക് ആണെന്നുള്ളതായിരിക്കും അല്ലേ. പിന്നെ ഈ ഗ്ലാസ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ സിംഗിൾ ടച്ചിൽ 4 പവർ വിൻഡോ. അതെ അതെ, അത് മെയിൻ ഹൈലൈറ്റ് ആണ് കേട്ടോ. അങ്ങനെ പറ്റും. പിന്നെ
ബാക്ക് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനൊക്കെ പറ്റുമല്ലോ. പൊസിഷൻ അപ്പോൾ അതൊന്ന് എന്താ ഞാൻ പറഞ്ഞല്ലോ, പ്രായമുള്ളവർക്കേ യാത്ര ചെയ്യാൻ നല്ല കംഫോർട്ടാണ്, ആ ഒരു ഫെസിലിറ്റി. അതെ അതെ. എനിക്കൊന്ന് ബൈക്കിൽ ഇരുന്നിട്ട് ഞാൻ ചെയ്തില്ല ഇതുവരെ യാത്ര. പിന്നെ വെന്റിലേഷൻ 2 സീറ്റിനുണ്ട്. ബാക്ക് സീറ്റിലെ വെന്റിലേഷൻ ഇതിനില്ല. അടുത്ത വേരിയന്റിനുള്ളൂ. ഇതിന്റെ നെക്സ്റ്റ് ഏറ്റവും ടോപ്പ് വേരിയന്റാണ് ബാക്ക് സീറ്റ് വെന്റിലേഷനും വരുന്നത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ. പിന്നെ സെന്ററിലൊരു ഡിസ്പ്ലേയും കൂടെ വരും, അതിന്റെ ഒരു കുറവും കൂടെ മാത്രമേ ഉള്ളൂ. 3 ഡിസ്പ്ലേ അല്ലേ, ചെറിയൊരു പോർഷൻ ഇല്ല. ബാക്കി അതിന് ടോപ്പ് വേരിയന്റ് വരുമ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേ വരും. അതെ അതെ. ഒരു വലിയ ഇൻഫോർടൈൻമെന്റ് ആണ് കേട്ടോ ഈ സെഗ്മെന്റ് വണ്ടികളിൽ നിന്ന് വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും വലിയ ഇൻഫോർടൈൻമെന്റ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയുന്നത്. പിന്നെ വേറെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പിന്നെ ഈ സൈഡില് വെയിലടിക്കാതിരിക്കാനുള്ള ബ്ലൈൻഡ്, അത് 2 സീറ്റിലും ഉണ്ട്. 2 സീറ്റിലും ഉണ്ട്. അങ്ങനെ കുറച്ച് അതെ. പിന്നെ സ്മാർട്ട് കീ എനിക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് സ്മാർട്ട് കീ കീലെസ് എൻട്രി കൈ വെച്ചാൽ മതി. അതെ. വോളിയം ഒക്കെ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾ ചെയ്യാം. പഴയ വണ്ടിക്ക് പോകുമ്പോൾ അതില്ലായിരുന്നു. ഏറ്റവും ഇതിൻ്റെ അകത്ത് ഏറ്റവും എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ കാര്യം വെച്ചാൽ ഇന്റീരിയർ സ്പേസ് ആണ്. ഇവൻ ബാക്കിലാണെങ്കിലും ഏറ്റവും നല്ല ലെഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ സീറ്റിംഗ് പൊസിഷൻ, എല്ലാ സീറ്റിലും മറ്റേ വെന്റിലേഷൻ ഒന്നും വേണ്ട. ഇതിനകത്ത് ഇനി കൊടുക്കാനുള്ള ഇത് ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. മറ്റേ ഓൾമോസ്റ്റ് എല്ലാ ഇതിനകത്ത് ഫീച്ചേഴ്സ് പനോരമിക് സൺറൂഫ്, അതൊക്കെ എടുത്തു തരേണ്ട കാര്യമല്ല. പക്ഷെ അതിന്റെ ചൂട് അതോടെ അറിയത്തുണ്ടോ? നമ്മളങ്ങനെ ഓപ്പൺ ചെയ്ത് യാത്ര ചെയ്യാറില്ല. അതിന്റെ ശരിക്കും നമുക്ക് ആവശ്യമുള്ളതെന്ന് തോന്നിയതല്ല, എന്നാലും ഒരു ഫ്രീ ആയിട്ട് ആവശ്യം നമ്മുടെ കൂടെ കിട്ടിയതാണല്ലോ, സന്തോഷം അല്ലേ. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണല്ലേ. തീർച്ചയായിട്ടും മറ്റൊരാൾക്ക് വണ്ടി റെക്കമെൻഡ് ചെയ്യുമോ? തീർച്ചയായും. അപ്പം ഇപ്പം അതായത് ലേഡി യൂസേഴ്സിനും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടല്ലേ, ഒരു കുഴപ്പമില്ല. മാമിന്റെ പെർസ്പെക്റ്റീവ് ആണ്. ഇപ്പം ക്വിഡ് എത്ര നാൾ യൂസ് ചെയ്തായിരുന്നു? 7 വർഷത്തോളം. 7 വർഷത്തെ ഒരു ക്വിഡിന്റെ യാത്രയിൽ നിന്ന് കിയ സിറോസിലോട്ടുള്ള ഒരു മാറ്റമാണ് ഇവിടെ കണ്ട. കാര്യം വെച്ചാൽ മാനുവലിൽ നിന്ന് ഓട്ടോമാറ്റിക്കിലേക്ക് എക്സ്ട്രീമിലി ഇപ്പം ലേഡീസൊക്കെ ആണെങ്കിൽ പോലും ഡ്രൈവിങ്ങിലോട്ട് വളരെയധികം മാറ്റങ്ങൾ വരുന്നുണ്ട്, കയറി വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വണ്ടികളെ കാണുന്നില്ല. ഏത് വണ്ടി എടുത്താലും ഓടിക്കും. മീൻസ് ആ ഒരു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അത്യമൊന്നും അറിയത്തില്ല, ചിലപ്പം അതല്ല. അച്ഛാ വണ്ടിയെക്കുറിച്ചൊരു വ്യക്തമായൊരു ഐഡിയോളജി ഇല്ല. എനിക്ക് ഇന്നത് വേണം, എനിക്ക് ആപ്റ്റായിട്ടുള്ള വണ്ടി ഇതാന്നുള്ള ഒരു ചിന്താഗതി നോർമലി വരാറില്ല. എനിവേ ഇവിടെ മാമിന് സ്വന്തമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു ചിന്താഗതി ഉണ്ട്, എൻ്റെ വണ്ടിക്ക് ഇന്നൊക്കെ വേണം, അല്ലെങ്കിൽ അല്ലേ ആ ഒരു ആഗ്രഹങ്ങൾ അതെന്താണെങ്കിലും അത് തീർച്ചയായിട്ടും ഒരു അപ്രിസിയേഷൻ ഉള്ള കാര്യങ്ങളാണ്. എനിവേ നമ്മളിവിടെ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിയ സിറോസിൻ്റെ ഒരു ചെറിയ വിശേഷമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ മാമിന് സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ വേണ്ടി ചെയ്യും. താങ്ക് യു.